ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആദിക് ടേസ്റ്റ് ആൻഡ് ടിപ്സ്. ഞാനിന്നിവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത് BDF ആണ്. ഇതൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ചെയ്തെടുത്തേക്കുന്നത്. ഇത് സിമ്പിളുമാണ്, ടേസ്റ്റിയുമാണ്. ഏറ്റവും സിമ്പിളായ രീതിയിലാണ് ഞാനിതിവിടെ ചെയ്തെടുത്തേക്കുന്നത്. ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. BDF റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഒരുവിധം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ബീഫ് വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ബീഫ് വേവിക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതുകൊണ്ട് ഒരു 80% മാത്രമേ ഇത് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളൂ. ബീഫ് വേവിച്ച വെള്ളം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. നമുക്കിത് മസാല പുരട്ടുമ്പോൾ ആവശ്യം വരും. ഇനി BDFന് വേണ്ടി ബീഫ് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ബീഫ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കാനായിട്ടുള്ള മസാലക്കൂട്ട് റെഡിയാക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൗഡർ, ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബീഫ് വേവിച്ചപ്പോൾ മാറ്റിവെച്ച വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്തെടുക്കാനുള്ള മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ബീഫ് വേവിച്ച വെള്ളം ചേർത്തപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടായിരുന്നു. എല്ലാവരും അത് നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബീഫ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ബീഫ് മാരിനേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് കട്ട കെട്ടാതെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഒരു വശം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ബീഫ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ബീഫ് ഇവിടെ എണ്ണ പോകാൻ വേണ്ടി കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇത് എണ്ണയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. BDF റെഡി ആയിട്ടുണ്ട്. ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലില് സെയിം BDF ആണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടമായ ഒന്ന് ലൈക്കും ചെയ്തേക്കണേ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.